എൻട്രി നടത്തിയതിൽ ഏറ്റവും വളരെ നന്നായിട്ട് അതായത് റീ എൻട്രി കൊണ്ട് എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി പെരുമാറിയ വിരളിലെണ്ണാവുന്നതിൽ ഒരാൾ നമ്മുടെ ലക്ഷ്മിയാണ്. സീരിയസ്ലി നമ്മുടെ അഭിലാഷൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞു അഭിലാഷെ സൂപ്പറായിരുന്നു. ബട്ട് എങ്കിലും അഭിലാഷ് മാത്രമല്ല ഒരുപാട് പേര് നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എടുത്ത് ഞാൻ ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം ആവശ്യമില്ലാതെ അവിടെ ആരെയും പോയി ചൊറിയാതെ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറിയ ഒരാൾ ലക്ഷ്മിയാണ്. അനുമോളുടെ അടുത്താണെങ്കിലും മാന്യമായിട്ട് പെരുമാറി എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഒരു ഹിന്റ് കൊടുത്തു. എന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങളല്ല, അകത്ത് കണ്ടസ്റ്റൻസ് എന്തുകൊണ്ട് ട്രിഗർ ചെയ്യുന്നു, എന്തുകൊണ്ടായിരിക്കാം നിന്നെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നത്, സോ അത് മനസ്സിലാക്കി പെരുമാറുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, ഈ അവസാന ദിവസങ്ങളിൽ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു. ലക്ഷ്മി മാത്രമാണ് ശരിക്കും ഒരു മാനസികമായിട്ട് കണ്ടസ്റ്റൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചത്. അഭിലാഷൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലക്ഷ്മിയാണ്. അതിൻ്റെ കാരണം എല്ലാവരോടും ലക്ഷ്മി വളരെ നന്നായിട്ട് പെരുമാറുകയും വളരെ നന്നായിട്ട് ഓരോരുത്തരടുത്തും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ നെഗറ്റീവ്സ് ഒക്കെ വാങ്ങിയിട്ട് ഷോയിൽ നിന്ന് പോയ ഒരാളാണ്. പുറത്തിറങ്ങിയിട്ട് അതിനെ ലക്ഷ്മി ഭംഗിയായിട്ട് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുകയും നേരിടുകയും ചെയ്തു. ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറി. അഭിലാഷും അങ്ങനെയായിരുന്നു. ഇവരൊക്കെ ഷോ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ നിസാരമായ വിമർശനങ്ങളുടെ പേരിൽ തകർന്നു പോയില്ല. ഞാൻ ഉരുക്ക് വനിതയാണ്, ഞാൻ പലതും അതിജീവിച്ചിട്ടുണ്ടെന്നൊക്കെ അതിനകത്ത് വന്ന് പറഞ്ഞാൽ പോരെ, ജീവിതത്തിൽ അത് കാണിക്കണം. നിസാര വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും ജീവിതം തകർന്നേ എന്നും പറഞ്ഞ് അലമുറയിട്ട് കരയുന്നവരല്ല ധീരന്മാരും അല്ലെങ്കിൽ ധീര വനിതകളുമൊക്കെ. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ചങ്കൂറ്റവും തൻ്റെ ഇടവും ഉള്ളവരാണ്. അത് ബിഗ് ബോസ് വീടിനകത്തല്ല, പുറത്തുള്ള റിയൽ ലൈഫിലും അങ്ങനെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ലക്ഷ്മിയുടെ മൊത്തത്തിൽ ബിഗ് ബോസ് വീട്ടിലേക്കുള്ള ആ ഒരു തിരിച്ചുവരവിലുള്ള പ്രകടനങ്ങൾ വളരെ മനോഹരമായിട്ട് തോന്നി. വളരെ നല്ലൊരു ഒരു വ്യക്തിത്വമുള്ള ആളാണെന്ന് ഈ ഒരു തിരിച്ചുവരവിൽ കുറെ കൂടി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന പ്രേക്ഷകരുടെ മനസ്സിലെ കൂടി തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് അത് ബോധ്യപ്പെടുത്താൻ ലക്ഷ്മിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത്.